ഹായ്, എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് മറ്റൊന്നല്ല, നമ്മളോട് അസൂയുള്ള ആളുകളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ കുറേ പേര് നമുക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. സെയിം ടൈം നമ്മളോട് അസൂയുള്ള കുറേ ആളുകളുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. കാരണം ഇവരും സാധാരണ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ പോലെ തന്നെയാണ് നമ്മളോട് പെരുമാറാറുള്ളത്. അതെങ്ങനെ നമുക്കത് അറിയാൻ പറ്റും? അതായത് അസൂയയുള്ള ആളുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിനുള്ള കുറച്ച് വഴികൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങളൊന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരോട് പറയുകയാണ്, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും വലിയൊരു വിജയത്തെക്കുറിച്ച് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അവർ ഓക്കെ ഇത് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിക്കേ അവർ മാറ്റിക്കളയും. അതായത് ആ ഒരു കാര്യത്തെക്കുറിച്ച്, നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സക്സസ് എന്താണ് എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവരത് ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുക, സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുക, അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ അസൂയൊക്കെ അവരുടെ മനസ്സിൽ നമ്മളെടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് ജെന്യുവനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാൻ ആൾ ശ്രമിക്കും. എന്തിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സക്സസ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാനെങ്കിലും അവർ ശ്രമിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തവർ എനിക്ക് കേൾക്കുക വേണ്ട, നിനക്ക് എന്ത് കിട്ടിയാലും എനിക്ക് കേൾക്കണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഈ രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അസൂയയാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവര് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ അത് പുറകുന്ന് കുത്തുന്നതായിരിക്കും എന്നുള്ളതാണ്. അതായത് നല്ല കോംപ്ലിമെന്റ്സ് തരുന്നത് പോലെ ഇവർ കാണിക്കും, ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിജയം ഉണ്ടായി എന്ന് വിചാരിക്കാം. ഇവർ പറയുണ്ടാവുക നിങ്ങളുടെ ടാലന്റ് ആണ് എന്നുള്ളതല്ല, നീ ഭയങ്കര ലക്കിയാണെന്നാ പറയുക. അതായത് ഭാഗ്യമാണ്, നിനക്ക് ഭാഗ്യം കൊണ്ടുവന്ന് തന്നതാണ് ഈ ഒരു സക്സസ് എന്നുള്ളതാണ് പറയുക. നിങ്ങളുടെ ടാലന്റിനെ അവരെടുത്ത് പറയില്ല. നിനക്ക് ഭാഗ്യമുണ്ട്, നിനക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് കിട്ടിയതാണ്, ഞങ്ങൾക്ക് ഭാഗ്യമില്ല എന്നാണ് അവർ പറയുക. അതെന്താ? അപ്പോഴും നമുക്ക് നമ്മുടെ ആ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുത്തതാണ് എന്നുള്ളൊരു കാര്യം അവർ അംഗീകരിക്കില്ല. ഈ രീതിയിലായിരിക്കും പറയണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല കോംപ്ലിമെന്റ് ആണ് തന്നതെന്നൊക്കെ, അതായത് ആള് നല്ല സ്നേഹത്തോടെ പറഞ്ഞതാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വിചാരിക്കാം, നല്ല രസമുണ്ട് നിങ്ങളെ കാണാന്നുണ്ടെങ്കിൽ പറയും നല്ല രസമുണ്ട്, ഇതിനേക്കാളും സ്യൂട്ട് ആവുമായിരുന്നില്ലേ മറ്റേത്, ഇങ്ങനെ ചോദിക്കും. അതായത് നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ആൾ പറയണ്ടാവുക ഭയങ്കര സ്നേഹത്തോടെ കെയർ ചെയ്ത് പറയുമായിരിക്കും, നല്ല രസമുണ്ട്, പക്ഷെ ഇതിനേക്കാളും മറ്റേ ഡ്രസ്സല്ലേ കുറച്ചുകൂടി രസം ഉണ്ടാവുക, അല്ലെങ്കിൽ നിനക്കിത് ഫിറ്റ് ആവുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താ വെച്ചാൽ നമ്മളോട് സ്നേഹമാണ്, സ്നേഹത്തോടെയാണ് പറയുന്നത് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ കോംപ്ലിമെന്റ്സ് അവർ തരുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുത്തൽ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അങ്ങനെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ കാരണം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, വേറൊന്നുമില്ല, അസൂയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കമ്പാരിസൺ ആണ്. ഇത് എനിക്ക് തോന്നുന്നു കുറേ പേരിൽ കാണാൻ കഴിയും എന്നുള്ളത്. അതായത് ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചോ, അതായത് എവിടെയും നമ്മൾ ഷൈൻ ചെയ്യണം, ഭയങ്കര ഷോ കാണിക്കാൻ. ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല കേട്ടോ, മോശമായിട്ടല്ല. നമ്മൾ എവിടെയോ കയറിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവരെന്താ പറയാന്നറിയോ, വേറെ ആരുടെയെങ്കിലും ഒരു പേര്, അതായത് അവള് ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിക്കായിരുന്നു, ഞങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു, കോരി തേച്ചിരിക്കുകയായിരുന്നു, അത്ര സൂപ്പറായിരുന്നു എന്നൊക്കെ പറയും. അതായത് നീ ഇവിടെ സംസാരിച്ചും ശരിയാണ്, പക്ഷെ അവൾ അതിനേക്കാളും നന്നായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്തതൊന്നും അല്ല, വേറെ ആരുടെയെങ്കിലൊക്കെ പേരെടുത്തിട്ട് അവർ പറയും. ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മളും മറ്റേ പേഴ്സണും തമ്മിൽ. അതായത് നമ്മളെ കമ്പയർ ചെയ്യാം, മറ്റൊരു പേഴ്സണുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ നോർമലി നമ്മളൊന്ന് ഡൗൺ ആയി പോകും, അയ്യോ ഞാനപ്പോൾ ചെയ്തത് ശരിയായില്ല, എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഒരാൾ ചെയ്തല്ലോ അല്ലേ, അങ്ങനെ ഒരു സംഭവം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കുറയും. ഇത് കുറേ പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് എന്നോട് അസൂയ എന്നുള്ളതല്ല കേട്ടോ, വേറെ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതിനേക്കാളും അടിപൊളിയായിട്ട് മറ്റാൾ സംസാരിക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾക്ക് മനസ്സിലാവും ഇത് അതന്നെ അസൂയ തന്നെയാണെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവും.
അപ്പൊ സംഭവം അങ്ങനെയാണ്. നമ്മളെപ്പോഴും ഒരു കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, സക്സസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതായത് നമ്മുടെ അടുത്ത് വന്നിട്ട്, അയ്യോ എന്താ പറ്റി, എന്തായിരുന്നു പ്രശ്നം, എന്തായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ, എന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കും. അത് നമ്മൾ എത്ര വലിയ കഥ പറഞ്ഞു കഴിഞ്ഞാലും ആള് കേൾക്കും, എത്ര തിരക്കുണ്ടെങ്കിലും ആള് കേൾക്കും. കാരണം നമുക്ക് പ്രശ്നമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ. ഓഹോ ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഭയങ്കര ആഘോഷമായിരിക്കും അവരുടെ മൈൻഡിൽ. ചെണ്ട കുട്ടെന്നൊക്കെ പറയില്ലേ, ആ പോലെ ഭയങ്കര ആഘോഷമായിരിക്കും അവരുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവുക. പക്ഷെ പുറത്ത് ഭയങ്കര സങ്കടം പോലെ കാണിക്കും. അതായത് നമ്മളെക്കാൾ കൂടുതലായിട്ട് വിഷമിക്കുന്ന പോലെയൊക്കെ അവർ കാണിച്ചു കൂട്ടും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ശരിക്കും ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇവരുടെ മനസ്സിലെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇവർക്ക് താല്പര്യം ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനും എല്ലാത്തിനും. അറിയൽ മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി കാണാൻ പറ്റും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അയ്യോ എന്താലേ ഭയങ്കര കഷ്ടമായി പോയല്ലോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താ വെച്ചാൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നീ ആ മൈൻഡ് മാറി പോവല്ലേ, അതായത് നീ ആ വിഷമത്തിൽ തന്നെ ഇരിക്കുക, ആ ഒരു സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതിലേക്ക് നമ്മളെ വീണ്ടും കൊണ്ടെത്തിക്കുകയാണ് ഇവർ ചെയ്യണത്. അതിനാണ് ഇങ്ങനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓവർ ഇൻട്രസ്റ്റ് കാണിക്കുക, ഭയങ്കര ഓവറായിട്ട് സങ്കടം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് അസൂയ തന്നെയാണ്. നമ്മളോട് ചെറിയ രീതിയിലുള്ള ഒരു വിരക്തിയുള്ള ഒരു പേഴ്സൺ ആണ് ഇവരെന്നുള്ളത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നിങ്ങളടുത്ത് ഡയറക്റ്റ് ഒന്നും പറയില്ല, ഭയങ്കര പേടിയായിരിക്കും. സോ ഒരു തേർഡ് പേഴ്സൺ വഴി ഇവർ ഗോസിപ്പുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും, ബാക്കിയുള്ള ആളുകളുടെ അടുത്തേക്ക് ഇങ്ങനെ പറയും. അതായത് അവൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെക്കുറിച്ച് ഭയങ്കര ഗോസിപ്പ് മീൻസ് ഏത് രീതിയിലാണെങ്കിലും ഗോസിപ്പുകൾ ആള് പറഞ്ഞു നടക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മീൻസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒന്നും പറയില്ല. നിങ്ങൾ കാണുന്ന സമയത്ത് ഭയങ്കര സ്നേഹമൊക്കെ ആയിട്ട് ഇവർ കാണിക്കുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ള ആളുകളോട് നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തൊക്കെ പറഞ്ഞു നടക്കണ്ടാവും. ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ പറയും, അവള് പറഞ്ഞിരുന്നു ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം, ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായോ, എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ നിൻ്റെ അടുത്ത് ഇങ്ങനെയാണോ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ആ സമയത്തായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ ഗോസിപ്പുകളൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞു നടക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര നല്ല രീതിയിലേക്ക് വളർന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയി, അങ്ങനെ മോഡേൺ ആയി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു എന്നുണ്ടെങ്കിൽ ആള് ഭയങ്കര ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ആള് മാറും എന്നുള്ളതാണ്. അതായത് ആൾക്ക് ഭയങ്കര സങ്കടവും, അയ്യോ ഇത്രയും മാറിയല്ലോ എന്നൊരു സംഭവം ഉണ്ടാവല്ലോ നമ്മുടെ മനസ്സിൽ. അയ്യോ ഇത്രയൊക്കെ മാറിയല്ലോ, ഇതെന്താ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും ഒരു മാറ്റം വന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചിന്തകളൊക്കെ വരും. തീരെ സമാധാനമില്ലാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആ പേഴ്സൺ കടന്നു പോകുന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾക്കുണ്ടാവുന്ന നല്ല മാറ്റങ്ങൾ ആൾക്ക് സഹിക്കാനേ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ ഡള്ളായി എന്ന് വിചാരിക്കുക, ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞിട്ട് കാര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കാരണം നമുക്കറിയില്ലല്ലോ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെങ്ങനെയാണെന്നുള്ളത്. നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുക ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ശരിക്കും നടക്കുക. അതായത് നമ്മളോട് ഭയങ്കര അസൂയുള്ളൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആകുമ്പോൾ, നമ്മൾ ഭയങ്കര ഹാപ്പി ആകുമ്പോൾ, സ്ട്രോങ് ആകുമ്പോൾ ആള് കുറച്ചൊന്ന് പുറകോട്ട് വരികയും ആൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു സങ്കടം, സമാധാനക്കുറവൊക്കെ അനുഭവപ്പെടും. നേരെമറിച്ച് നമ്മൾ ഒന്ന് സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ ആൾക്ക് എന്നെന്നും ഇല്ലാത്ത സന്തോഷമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര കടുത്ത അസൂയയാണ് എന്നുള്ളത്. അസൂയുള്ളവരെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അത് നമുക്ക് എത്ര ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നമ്മളോട് അസൂയ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അടുപ്പിക്കരുത്. കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ ഒരിക്കലും സമ്മതിക്കാത്ത, അതായത് ഒരിക്കലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകരുത്, നല്ല രീതിയിൽ പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അവർ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ കൂടെ കൂട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളോട് അസൂയുള്ള ആളുകളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, പിന്നീട് അവരെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.
സോ അങ്ങനെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ, അതിലൊക്കെ വിശ്വാസമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്